കേരളത്തിലെ ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും പക്ഷി സങ്കേതങ്ങളും. സൈലന്റ് വാലി ദേശീയോദ്യാനം 1985 സെപ്റ്റംബർ 7 ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. സൈലന്റ് വാലി ദേശീയോദ്യാനം 1985 സെപ്റ്റംബർ 7 ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. മതികെട്ടാൻ ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻചോല, പൂപ്പാറ വില്ലേജ്. മതികെട്ടാൻ ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻചോല. നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം 2006 സ്ഥാപിതമായ സങ്കേതം കുറിഞ്ഞിമല. നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം 2006 സ്ഥാപിതമായ സങ്കേതം കുറിഞ്ഞിമല. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്? ഇന്ദിരാഗാന്ധി. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്? ഇന്ദിരാഗാന്ധി. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ഏക ദേശീയോദ്യാനം സൈലന്റ് വാലി. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ഏക ദേശീയോദ്യാനം സൈലന്റ് വാലി. ഇരവികുളം ദേശീയോദ്യാനം സ്ഥാപിതമായ വർഷം 1978. ഇരവികുളം ദേശീയോദ്യാനം സ്ഥാപിതമായ വർഷം 1978. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം സൈലന്റ് വാലി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം സൈലന്റ് വാലി. ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല എന്നീ 3 ദേശീയോദ്യാനങ്ങൾ നിലവിൽ വന്ന വർഷം 2004. ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല എന്നീ 3 ദേശീയോദ്യാനങ്ങൾ നിലവിൽ വന്ന വർഷം 2004. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. വരയാടുകളുടെ സംരക്ഷണത്തിന് ഏർപ്പെടുത്തിയ ദേശീയോദ്യാനം ഇരവികുളം. വരയാടുകളുടെ സംരക്ഷണത്തിന് ഏർപ്പെടുത്തിയ ദേശീയോദ്യാനം ഇരവികുളം. ദിനോസറുകളുടെ കാലത്തുണ്ടായിരുന്ന അപൂർവമായ ട്രീഫേൺ കാണപ്പെട്ട കേരളത്തിലെ ദേശീയോദ്യാനം ആനമുടിച്ചോല. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ കേന്ദ്രമെന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയോദ്യാനം സൈലന്റ് വാലി. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ കേന്ദ്രമെന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയോദ്യാനം സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1984. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1984. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം. ഇരവികുളം ദേശീയോദ്യാനത്തിന് ഉള്ളിലുള്ള വെള്ളച്ചാട്ടം ലക്കം. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലി, പാലക്കാട് ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലി. സൈലന്റ് വാലിയുടെ പ്രാധാന്യം 1847 തിരിച്ചറിഞ്ഞ സസ്യശാസ്ത്രജ്ഞൻ റോബർട്ട് വൈറ്റ്. ഹാമിൽട്ടൻ്റെ പീഠഭൂമി എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഇരവികുളം. ഹാമിൽട്ടൻ്റെ പീഠഭൂമി എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഇരവികുളം. ആനമുടിച്ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം. ആനമുടിച്ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം. ഏത് മരത്തിൻ്റെ ഫലലഭ്യതയാണ് സൈലന്റ് വാലിയെ സിംഹവാലൻ കുരങ്ങിന് പ്രിയങ്കരമാക്കുന്നത്? വെടിപ്ലാവ്. ഏത് മരത്തിൻ്റെ ഫലലഭ്യതയാണ് സൈലന്റ് വാലിയെ സിംഹവാലൻ കുരങ്ങിന് പ്രിയങ്കരമാക്കുന്നത്? വെടിപ്ലാവ്. ബ്ലാക്ക് ബുൾബുൾ എന്ന അപൂർവ ഇനം പക്ഷി കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി. മന്നവൻ ചോല, ഇടിവരച്ചോല, പുല്ലരടിച്ചോല എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ദേശീയോദ്യാനം ആനമുടിച്ചോല. ചുറ്റുമുള്ള 1 കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ദുർബല മേഖലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ദേശീയോദ്യാനം മതികെട്ടാൻ ചോല. തിരുവനന്തപുരം ജില്ലയിൽ ലയൺ സഫാരി പാർക്കിന് പ്രസിദ്ധമായ സ്ഥലം നെയ്യാർ ഡാം. കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം ചിന്നക്കനാൽ, ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം ചിന്നക്കനാൽ, ഇടുക്കി. ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കൊല്ലം. ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കൊല്ലം. ഇരവികുളം വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1975. ഇരവികുളം വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1975.
കേരളത്തിൽ വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി. കേരളത്തിൽ വനവിസ്തൃതി ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ഹണി ബി ഫ്ലോറ പാർക്ക് എവിടെയാണ്? മാവേലിക്കര. കേരളത്തിലെ ആദ്യത്തെ ഹണി ബി ഫ്ലോറ പാർക്ക് മാവേലിക്കര. ചന്ദനമരം കാണപ്പെടാത്ത കേരളത്തിലെ വന്യജീവി സങ്കേതം ചെന്തുരുണി. ചന്ദനമരം കാണപ്പെടാത്ത കേരളത്തിലെ വന്യജീവി സങ്കേതം ചെന്തുരുണി. ഇരവികുളം വന്യജീവി സങ്കേതത്തെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം 1978. ഇരവികുളം വന്യജീവി സങ്കേതത്തെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം 1978. ആകെ ഭൂവിസ്തൃതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശതമാനം വനമുള്ള കേരളത്തിലെ ജില്ല വയനാട്. പെരിയാർ വന്യമൃഗ സങ്കേതം ഏത് ജില്ലയിലാണ്? ഇടുക്കി. കേരളത്തിൽ വിസ്തീർണത്തിൽ 2ാം സ്ഥാനത്തുള്ള വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം 925 ചതുരശ്ര കിലോമീറ്റർ. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം 925 ചതുരശ്ര കിലോമീറ്റർ. ദക്ഷിണേന്ത്യയിൽ കാണപ്പെടുന്ന ഏക വരയാടിനം നീലഗിരി താർ. ദക്ഷിണേന്ത്യയിൽ കാണുന്ന ഏക വരയാടിനം നീലഗിരി താർ. ആലപ്പുഴയിലെ റിസർവ് വനം ഏത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ കീഴിലാണ്? പത്തനംതിട്ടയിലെ റാന്നി. യൂഫിലിറ്റെക്സ് കേരള എന്ന തവള ഇനത്തെ കണ്ടെത്തിയ പക്ഷി സങ്കേതം തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിൽ മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സങ്കേതം ചെന്തുരുണി. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിൽ മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സങ്കേതം ചെന്തുരുണി. ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1984. കേരളത്തിൽ സമുദ്രനിരപ്പിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം മംഗളവനം. കേരളത്തിൽ സമുദ്രനിരപ്പിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം മംഗളവനം. കേരളത്തിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി. കേരളത്തിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പശ്ചിമഘട്ട പ്രാദേശിക കേന്ദ്രം എവിടെയാണ്? കോഴിക്കോട്. ദേശീയ നേതാക്കളുടെ സ്മരണയ്ക്കായി വൃക്ഷത്തോട്ടമുള്ള കേരളത്തിലെ സ്ഥലം പെരുവണ്ണാമുഴി, കോഴിക്കോട് ജില്ല. ചന്ദന മരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം മറയൂർ. ചന്ദന മരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം മറയൂർ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം തേക്കടി. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം തേക്കടി. തേക്കടി വന്യജീവി സങ്കേതം ഏത് നദിയുടെ തീരത്താണ്? പെരിയാർ. തേക്കടി വന്യജീവി സങ്കേതം ഏത് നദിയുടെ തീരത്താണ്? പെരിയാർ. മലബാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേര് കക്കയം വന്യജീവി സങ്കേതം. വളരെ അപൂർവമായ റീഡ് തവളകൾ തദ്ദേശീയമായി കാണപ്പെടുന്ന കേരളത്തിലെ റിസർവ് വനം കക്കയം. ദ്വീപ് പ്രദേശമായി കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം മംഗളവനം. ദ്വീപ് പ്രദേശമായ കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം മംഗളവനം. നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം മംഗളവനം. തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാംപെട്ടി. തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാംപെട്ടി. കേരളത്തിൽ വനവൽക്കരണ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വളർത്തുന്ന വൃക്ഷം തേക്ക്. കേരളത്തിൽ വനവൽക്കരണ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വളർത്തുന്ന വൃക്ഷം തേക്ക്. കേരളത്തിലെ ആദ്യത്തെ മിയാവാക്കി വനം സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്ത് പുളിയറക്കോണം. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളം. ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം മീൻമുട്ടി. ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം മീൻമുട്ടി. ലോകബാങ്ക് ബക്കർലിപ്പ് പദ്ധതി നടപ്പിലാക്കിയ കേരളത്തിലെ വന്യജീവി സങ്കേതം പെരിയാർ. ലോകബാങ്ക് ബക്കർലിപ്പ് പദ്ധതി നടപ്പിലാക്കിയ കേരളത്തിലെ വന്യജീവി സങ്കേതം പെരിയാർ. കണ്ണൂരിൻ്റെ സൈലന്റ് വാലി എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആറളം. കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് നെയ്യാർ ഡാം. അഗസ്ത്യാമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായതും തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടുന്നതുമായ വന്യജീവി സങ്കേതം ഏതാണ്? പേപ്പാറ.
അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായതും തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടുന്നതുമായ വന്യജീവി സങ്കേതം പേപ്പാറ. ചെമ്മുഞ്ഞിമുട്ട, അതിരുമല എന്നീ മലനിരകൾ ഏത് വന്യജീവി സങ്കേതത്തിലാണ്? പേപ്പാറ. കേരളത്തിൽ നാട്ടാന പരിപാലന നിയമം നിലവിൽ വന്ന വർഷം 2003. കേരളത്തിൽ നാട്ടാന പരിപാലന നിയമം നിലവിൽ വന്ന വർഷം 2003. ആനക്കൂട് നിർമ്മിക്കാൻ ഏത് മരത്തിൻ്റെ തടിയാണ് ഉപയോഗിക്കുന്നത്? കമ്പകം. തട്ടേക്കാട്ടിലെ ഡോക്ടർ സാലിം അലി സങ്കേതത്തോട് ചേർന്ന് കാണുന്ന ജലാശയത്തിന് രൂപം നൽകുന്ന അണക്കെട്ടേത്? ഭൂതത്താൻകെട്ട്. ഇന്ത്യയിലെ എത്രാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ ടൈഗർ റിസർവ്? 10ാമത്തെ. കേരളത്തിലെ ഏറ്റവും വലിപ്പമുള്ള സംരക്ഷണ മേഖല പെരിയാർ ടൈഗർ റിസർവ് 925 ചതുരശ്ര കിലോമീറ്റർ. ശ്രീലങ്കയിലെ ആദം മലനിരകളിലെ സസ്യജനുസ്സുകളുമായി അടുത്ത ബന്ധമുള്ള സസ്യജാലങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം നെയ്യാർ. ഇന്ത്യയിലെ 38ാമത്തെ കടുവ സങ്കേതമായി പറമ്പിക്കുളത്തെ പ്രഖ്യാപിച്ച വർഷം 2010 ഫെബ്രുവരി 19. പക്ഷി സങ്കേതങ്ങൾ. കുമരകം പക്ഷി സങ്കേതം ഏത് സ്ഥാപനത്തിൻ്റെ കീഴിലാണ്? KTDC. അരിപ്പ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. അരിപ്പ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. പാതിരാമണൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏത് കായലിലാണ്? വേമ്പനാട്. പാതിരാമണൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏത് കായലിലാണ്? വേമ്പനാട്. അനന്തപത്മനാഭൻ തോപ്പ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തുരുത്ത് ഇപ്പോൾ അറിയപ്പെടുന്ന പേര്? പാതിരാമണൽ. പക്ഷിപ്പാതാളം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? വയനാട്. പക്ഷിപ്പാതാളം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? വയനാട്. ഏത് ജില്ലയിലാണ് മംഗളവനം സങ്കേതം? എറണാകുളം. ഏത് ജില്ലയിലാണ് മംഗളവനം സങ്കേതം? എറണാകുളം. കൊച്ചിയുടെ ഹരിതശ്വാസകോശം എന്നറിയപ്പെടുന്നത്? മംഗളവനം. കൊച്ചിയുടെ ഹരിതശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം. കടലുണ്ടി പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? മലപ്പുറം. കടലുണ്ടി പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? മലപ്പുറം. ചിത്രകൂടൻ പക്ഷിക്കൂടുകൾ കാണപ്പെടുന്ന കേരളത്തിലെ പക്ഷികളുടെ വിഹാരമേഖല? പക്ഷിപ്പാതാളം. പാതിരാമണൽ ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന പേരിൽ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന പക്ഷി സങ്കേതം? കുമരകം. ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ്? കുമരകം. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? കണ്ണൂർ. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? കണ്ണൂർ. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ പ്രത്യേകത ആദ്യമായി ചൂണ്ടിക്കാണിച്ചത്? ഡോക്ടർ സലീം അലി. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ പ്രത്യേകത ആദ്യമായി ചൂണ്ടിക്കാണിച്ചത് ഡോക്ടർ സലീം അലി.